ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുകയാണ്. 2021 എല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ. ഒരു മാസമായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ക്രിസ്മസ് സീരീസ് വീഡിയോസ് ആയിരുന്നു ഇടുന്നത്. ഇനിയിപ്പോൾ ബാക്ക് ടു നോർമൽ വീഡിയോസിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സ്റ്റൈലിംഗ് വീഡിയോസും ഓർഗനൈസേഷൻ വീഡിയോസും ടിപ്സും അങ്ങനത്തെ വീഡിയോസിലോട്ടൊക്കെ നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ, ഡേ ടു ഡേ ലൈഫിനെ കുറച്ച് ഈസി ആക്കുന്ന ഒരു 10 ലൈഫ് ഹാക്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ജോലികൾ ഈസി ആക്കാനായിട്ട് കുറച്ച് പൊടിക്കൈകൾ ചെയ്യാറുണ്ട്. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ആദ്യത്തെ ലൈഫ് ഹാക്ക് എന്താണെന്ന് നോക്കാം. എന്നെ പോലെ ഒരുപാട് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു ഹാക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. നമ്മളെപ്പോഴും സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ എൻഡ് കണ്ടുപിടിക്കാനായിട്ട് കുറേ പണിപ്പെടും അല്ലേ. എനിക്ക് പറ്റുന്നൊരു കാര്യമായിരുന്നു. എപ്പോഴും ആ എൻഡ് എവിടെയാണെന്ന് തപ്പി കുറേ സമയം കളയും. അപ്പം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വട്ടം നമ്മൾ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തതിന് ശേഷം ആ എൻഡ് ഇതുപോലൊരു ട്രയാങ്കിൾ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് അതിനെ നമുക്ക് തിരിച്ച് ഒട്ടിച്ചു വെക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നെക്സ്റ്റ് ടൈം നമ്മൾ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുമ്പം അത് നന്നായിട്ട് ഈസി ആയിട്ട് പുള്ളി ചെയ്ത് യൂസ് ചെയ്യാം. നമുക്ക് അതിൻ്റെ എൻഡ് കണ്ടുപിടിച്ച് സമയം കളയണ്ട. അതെനിക്ക് എപ്പോഴും പറ്റുന്നൊരു കാര്യമാണ്. ചെറിയ ലൈഫ് ഹാക്കാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വളരെയധികം ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റുന്ന ലൈഫ് ഹാക്സ് ആണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ നേരത്ത് ഇതിന് കുറേ സമയം ചിലവാക്കേണ്ട വരത്തില്ല. ഇനി സെക്കൻഡ് ലൈഫ് ഹാക്ക് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഒരു ഡസ്റ്റ്ബിന്ന് എനിക്ക് എപ്പോഴും പറ്റുന്നൊരു കാര്യമാണ്. വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഇടുമ്പോഴത്തേന് എല്ലാം കൂടെ താഴോട്ടങ്ങ് പോകും. കാരണം നമ്മൾ സാധാരണ ഇതുപോലത്തെ ഡിസ്പോസിബിൾ ബാഗ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അത് വലിയ വെയിറ്റ് ഒന്നും കാണത്തില്ല. അപ്പം അതിന് പറ്റിയൊരു ഹാക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതുപോലത്തെ നമുക്ക് ഹുക്സ് മേടിക്കാൻ കിട്ടുമല്ലോ. 2 dirhams 3 dirhams ഒക്കെ ഉള്ളൂ. ഇതുപോലത്തെ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ഹുക്സ് മേടിക്കുക. ഈ ഹുക്സ് നമുക്ക് ഈ ഒരു ഡസ്റ്റ്ബിൻ്റെ 2 സൈഡിലായിട്ട് ഒട്ടിക്കുക. അതപ്പം അപ്സൈഡ് ഡൗൺ ആയിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. നമ്മൾ സാധാരണ ഒട്ടിക്കുന്നതല്ല, തലതിരിച്ച് വേണം ഒട്ടിക്കാനായിട്ട്. അപ്സൈഡ് ഡൗൺ ആയിട്ട് ഒട്ടിക്കുക. 2 സൈഡിലും ഏകദേശം ഒരുപോലെ വരുന്ന പോലെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ 2 സൈഡിലും ഹുക്സ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ ഡിസ്പോസിബിൾ ബാഗ് എടുത്തിട്ട് അത് നമ്മൾ ഡസ്റ്റ്ബിന്നിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ 2 നമ്മളുടെ പിടിയുണ്ടല്ലോ, 2 എന്താ പറയുക, അത് നമ്മൾ ഇതിലേക്ക് കൊളുത്തുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ഉള്ള എന്ത് തിങ്സ് ഇട്ടാലും അത് താഴോട്ട് ഊർന്നു പോയില്ല. അത് ഹോൾഡ് ചെയ്ത് അവിടെ ഇരുന്നോളും. ഈ ഒരു ട്രിക്ക് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ സാധാരണ പുറത്തുനിന്ന് നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ടൈപ്പ് ബാഗ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ വേസ്റ്റ് ഒക്കെ കളയാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാഗൊന്നും വലിയ കട്ടിയില്ലാത്തതാണ്. അപ്പോൾ എനിക്ക് ഈ ടിപ്പ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇനി തേർഡ് ഹാക്ക് എന്താന്ന് നോക്കാം. അപ്പം നമ്മുടെ എല്ലാം വീട്ടിൽ കാണും വലിയ സൈസ് പില്ലോ കവറും ചെറിയ പില്ലോസും. ഇത് മോൻ്റെ പില്ലോ ആണ്. അപ്പോൾ അത് ചെറിയ പില്ലോ ആണ്. അപ്പം അതിന് വലിയ സൈസാണ് എൻ്റെ എല്ലാ പില്ലോ കവറും. അപ്പം അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ ഉള്ളിലോട്ട് ചെറിയ പില്ലോ വെച്ചിട്ട് ആ പില്ലോയുടെ എൻഡിൻ്റെ അവിടെ ഇതുപോലെ പുള്ളി ചെയ്തിട്ട് നമ്മുടെ ബാക്കി എക്സസ് ആയിട്ടുള്ള പില്ലോ കവർ അതിനുള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ലോക്കായിട്ടിരുന്നോളും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴൊന്നും അത് പുറത്തോട്ട് വരില്ല. അതങ്ങനെ തന്നെ ലോക്കായിട്ടിരുന്നോളും. അതും നല്ല വൃത്തിയായിട്ടിരുന്നോളും. ഇതൊരു ചെറിയ ഹാക്കാണ്, പക്ഷേ ഇതൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. അപ്പം ഇതാണ് എൻ്റെ തേർഡ് ഹാക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വൃത്തിയായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം. എത്ര വലിയ പില്ലോ സൈസ് കവറാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഫോർത്ത് ഹാക്ക് നോക്കാം. അതും ഒരു സിമ്പിൾ ഹാക്കാണ്. നമ്മൾ സാധാരണ ഡസ്റ്റ്ബിന്നിൽ ഇതുപോലൊരു ബാഗ് ഇടുന്നത് ഇതുപോലെയാണല്ലേ. അപ്പം ഇതുപോലെ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നറിയത്തില്ല, കുറച്ച് കഷ്ടപ്പാടാണ്. ചിലപ്പോൾ ചെറിയ ബാഗ് ആണെങ്കിൽ ഒരു സൈഡ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ മറ്റേ സൈഡ് ഇറങ്ങിപ്പോവും. അങ്ങനത്തെ കുറച്ച് പാടുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ബാഗ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് കവറിനെ തലതിരിച്ച് നമ്മൾ ഉള്ളിലോട്ട് ഈ ഒരു ബാസ്ക്കറ്റിന്റെ ഉള്ളിലോട്ട് തന്നെ ഇറക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബോട്ടം നമ്മൾ താഴോട്ട് ഇറക്കി വെക്കുക. എന്നാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ പറയുന്നതിലും കൂടുതൽ മനസ്സിലാവുമായിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെറിയ കവറാണെങ്കിൽ പോലും ഈസി ആയിട്ട് നമുക്ക് ഡസ്റ്റ്ബിന്നിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സ്ട്രെസ് ഫ്രീ ഇല്ലാതെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് പോകുമ്പോൾ ഒരു മറ്റേ സൈഡ് നമുക്ക് കുറച്ച് സമയം എടുക്കും
നമ്മൾ ശ്രദ്ധിക്കാത്തതാണ് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇതാണ് 4th ഹാക്ക്. ഇനി 5th ഹാക്ക് നോക്കാം. നമ്മൾ ഇതുപോലത്തെ ബ്രെഡിൻ്റെ പാക്കറ്റൊക്കെ മേടിക്കുമ്പോൾ ഈ ഒരു ക്ലിപ്പ്, അപ്പോൾ ഇവിടെയാണ് ഈ ക്ലിപ്പ്, നാട്ടിലാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു വയറ് പോലത്തെ സാധനമല്ലേ കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് എപ്പോഴും കാണാൻ പോകുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ ഇതില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എയർ കയറാതെ നമുക്കിത് റാപ്പ് ചെയ്ത് വെക്കാനുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു കാര്യമാണ്. എൻ്റെ ആ ക്ലിപ്പ് എപ്പോഴും കാണാതെ പോകും. അപ്പം അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇതുപോലെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മേളിലുള്ള ആ ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ അത് ലോക്കായിട്ടിരിക്കുകയും ചെയ്യും, എയർ കയറില്ല, തണുത്ത് പോവില്ല, നല്ല സെക്യൂറായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ സിമ്പിൾ ടിപ്പാണ്, പക്ഷേ നമുക്കിനി ഈ ക്ലിപ്പിൻ്റെ ആവശ്യമില്ല ഈ ഹാക്ക് നമുക്ക് ഉള്ളതുകൊണ്ട്. ഇപ്പം നെക്സ്റ്റ് 6th ഹാക്ക് എന്ന് പറയുന്നത് ഞാൻ ഏതോ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോഴും ഫ്രഷ് ഫ്ലവേഴ്സ് ഒന്നും മേടിക്കുന്ന ആൾക്കാർ ആയിരിക്കില്ല. അപ്പം ഞാൻ ഫ്രഷ് ഫ്ലവേഴ്സ് ഒന്നും അങ്ങനെ മേടിച്ച് വെക്കാറില്ല. അപ്പം ഞാൻ എൻ്റെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിനെ ഒരു ഫ്രഷ് ഫ്ലവറിൻ്റെ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വേസിൽ, അതിൻ്റെ വേസിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇറക്കി വെക്കും. എന്താണെന്ന് വെച്ചാൽ അത് കാണുമ്പോൾ ഒരു ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ ലുക്കായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണെന്ന് പറഞ്ഞാലും ഏകദേശം ഒറിജിനൽ ലുക്കുള്ള ഫ്ലവേഴ്സ് ഉണ്ടെങ്കിലേ നമുക്കത് കാണുമ്പോൾ അങ്ങനെ തോന്നുള്ളൂ. പിന്നീട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്പ്രേ ചെയ്യാം വാട്ടർ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ലൊരു മണം വരാനായിട്ട് നമുക്ക് എസൻഷ്യൽ ഓയിൽ എന്തെങ്കിലും ഇതിൽ ചേർക്കുന്നതും. അപ്പോൾ ഇതിൽ ഞാനൊരു റോസിൻ്റെ എസൻഷ്യൽ ഓയിലാണ്, അത് ഞാൻ ചുമ്മാ ഈ ഫ്ലവേഴ്സിൽ ചുമ്മാ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് ഡൈനിങ് ടേബിളിലാണ് എൻ്റെ ഈ ഫ്ലവർ വേസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. പിന്നെ അതുപോലെ കാണുമ്പോഴും നല്ലൊരു റിയൽ ലുക്ക് വരും. ഇത് നിങ്ങൾക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് മേടിക്കാത്തവർക്ക് ഇത് നല്ലൊരു ഹാക്കായിരിക്കും. ഇനി 7th ഹാക്ക് നോക്കാം. എന്നെ പോലെ ഒരുപാട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരുടെ വീട്ടിൽ കാണും ഇതുപോലത്തെ പെയിന്റ് ഒക്കെ കുറേ കാണും. അപ്പോൾ ഇങ്ങനത്തെ വലിയ ക്യാൻ പെയിന്റ്, വാൾ പെയിന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഒന്ന് അടച്ചു വെച്ചാൽ അതിൻ്റെ മേൽഭാഗം നല്ല കട്ടിയായിട്ട് മാറും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ക്ലിങ് റാപ്പ് ഒന്ന് ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് അതിന് മുകളിൽ ലിഡ് വെച്ച് അടച്ചു വെച്ചിരുന്നാൽ അതിൻ്റെ മേൽഭാഗം ഒരിക്കലും കട്ട പിടിക്കാതെ ഇരുന്നോളും. എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട്, എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ മേൽഭാഗം കട്ടിയായിപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇതുപോലത്തെ വലിയ ക്യാൻ ആയിട്ടുള്ള പെയിന്റ് ഒക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ റാപ്പ് ചെയ്ത് വെക്കുന്നത് കുറേ നാൾ പെയിന്റ് കട്ട പിടിച്ച് പോകാതെ സൂക്ഷിക്കും. ഇപ്പം നെക്സ്റ്റ് 8th ഹാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു വോൾ ആർട്ടോ അല്ലെങ്കിൽ ഫ്രെയിമോ എന്താണെങ്കിലും ഹാങ് ചെയ്യാൻ നേരത്ത് അത് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അവിടെ തന്നെ ഹാങ് ആവാനായിട്ട് ഇതുപോലെ ഒരു ടേപ്പ് വെച്ചിട്ട്, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. ആ ഫ്രെയിമിൻ്റെ ബാക്കിൽ ആ ഫ്രെയിമിൻ്റെ കറക്റ്റ് സൈസിൽ നമ്മൾ ആ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ആ ഹാങ് ചെയ്യുന്ന ആ ഒരു കൊളുത്ത് അല്ലെങ്കിൽ ആ ഒരു ഹുക്ക് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് നമ്മളൊരു പെൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പെൻസിൽ വെച്ചിട്ട് അത് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇതുപോലെ കറക്റ്റ് ഹുക്ക് വരുന്നിടത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ആ ടേപ്പ് എടുത്ത് നമ്മൾ എവിടാണോ ഹാങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ആ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം കറക്റ്റ് നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്ത് നമുക്ക് ആണി അടിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹാങ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഹാങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കയറിപ്പോവും, ചിലപ്പോൾ ഇറങ്ങിപ്പോവും. അങ്ങനെ നമ്മൾ കറക്റ്റ് സൈസ് ഹാങ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടേപ്പ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊരു വോൾ ആർട്ടും ഈസി ആയിട്ട് ഹാങ് ചെയ്യാം. 9th ഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡസ്റ്റ്ബിന്നിൽ നമ്മൾ ബാഗ് ഫുള്ളാകുമ്പോൾ വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് വേറൊരു ബാഗ് എടുത്ത് ഉള്ളിൽ വെക്കാറാണ് പതിവ്. അതിന് പകരം നമ്മളൊരു 2-3 ബാഗ് എക്സ്ട്രാ ഒരു ബാഗ് ഇടുന്നതിന് മുന്നേ തന്നെ അടിയിൽ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം നമുക്ക് ഒഴിവാക്കാം. ഇപ്പം എന്നെപ്പോലുള്ള ഒരാളാണ് പിന്നെ അടുത്ത ഡസ്റ്റ്ബിന്നിൽ ഇട്ട് അത് ഇടാനൊക്കെ നമുക്കൊരു മടി കാണും. ഓൾറെഡി ആ ഡസ്റ്റ്ബിന്നിൽ തന്നെ ഓൾറെഡി നമ്മൾ 2 പാക്കറ്റ് എക്സ്ട്രാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇത് കഴിയുമ്പോൾ അതിൽ നിന്ന് എടുത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ചെറിയൊരു ടൈം സേവ് ചെയ്യാം. അതിനു വേണ്ടിയുള്ളൊരു ചെറിയൊരു ഹാക്കാണ്. ഇനി ലാസ്റ്റായിട്ട് 10th ഹാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ അടുക്കളയിലൊക്കെ സ്പേസ് കുറവുള്ളവർക്ക് ഇതുപോലത്തെ ഹുക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അലൂമിനിയം ഫോയിൽ, ക്ലിങ് റാപ്പ് അല്ലെ ബേക്കിംഗ് പേപ്പർ ഇങ്ങനത്തെ റോൾസ് ഉണ്ടല്ലോ, ഈ റോളെല്ലാം ഇതുപോലത്തെ ചെറിയ ഹുക്സ് ഉണ്ടെങ്കിൽ നമുക്ക്
വോളിൽ തന്നെ ഹാങ് ചെയ്യാം. ഇതുപോലത്തെ 2 ഹുക്സ് എടുക്കുക. അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ വോളിൽ, അടുക്കളയിലെ വോളിൽ ഇതുപോലെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഇതുപോലത്തെ ബാംബൂ സ്റ്റിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ നല്ല ലെന്തുള്ള ബാംബൂ സ്റ്റിക്സ് എടുക്കുക. അതിനുശേഷം ഈ റോള് ഇതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഹുക്കിൽ നമുക്ക് ഹാങ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ബാംബൂ സ്റ്റിക്കിൽ നമുക്ക് റോൾ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഈ അലൂമിനിയം ഫോയിലും റോൾ ചെയ്യും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അലൂമിനിയം പേപ്പർ നമുക്ക് യൂസ് ചെയ്ത് കീറിയെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് ക്ലിങ് റാപ്പും അങ്ങനത്തെ റോൾസ് എല്ലാം തന്നെ ഇതുപോലെ ഹാങ് ചെയ്യാം. സ്പേസ് കുറവുള്ളവർക്ക് ഈ ഒരു ഹാക്ക്, അടുക്കളയിൽ സ്പേസ് ഒക്കെ കുറവുള്ളവർക്ക് യൂസ്ഫുൾ ആയ ഒരു ഹാക്കാണ്. അപ്പോൾ ഇന്നത്തെ 10 ഹാക്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഹാക്സാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിനിയും കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.